മാന്യപ്രേക്ഷകർക്ക് ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇവിടെ ജനാധിപത്യം ഉദാരമാകണമെങ്കിൽ നാം തീരുമാനമെടുക്കണം. രാജ്യം പള്ളി ഭരിക്കണോ, ജനാധിപത്യ ഭരണകൂടം ഭരിക്കണോ? ജനഭൂമി ന്യൂസിലെ പ്രൊഫസർ കോന്നി ഗോപകുമാർ, ചീഫ് എഡിറ്റർ, FCR നിയമഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരോട് സംസാരിക്കുന്നു. 2026 കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വളരെ പെട്ടെന്നൊരു വഴിത്തിരിവുണ്ടാകുകയാണ്. അത് മറ്റൊന്നുമല്ല, പാർലമെൻറ്റിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന് ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു. അതായത് FCRA ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അമെൻമെൻറ്റ് ബിൽ ആണ് പാർലമെൻറ്റിൽ കൊണ്ടുവന്നത്. ഇത് കേരളത്തിൽ ഒരു വലിയ ബോംബ് സ്ഫോടനമുണ്ടായി. ഇവിടെ വ്യാപകമായി നടന്ന പ്രചരണം ന്യൂനപക്ഷങ്ങളെ മുച്ചൂടും മുടിക്കാൻ നരേന്ദ്രമോദി കണ്ടുപിടിച്ച് പേറ്റൻ്റ് എടുത്ത ഒരു ആയുധമാണ് FCRA എന്നാണ്. വ്യാപകമായി മോദി ഗവൺമെൻറ്റിനെ ന്യൂനപക്ഷ വിരുദ്ധ ഗവൺമെൻറ്റായി മുദ്രകുത്താൻ വ്യാപകമായ ശ്രമമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും CPIMൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ചും ഉണ്ടായത്. അവർ വളരെ വ്യാപകമായി പ്രചരണം കൊടുത്തു. മോദി അധികാരത്തിൽ തുടർന്നാൽ വലിയ അപകടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്, ന്യൂനപക്ഷ സമുദായങ്ങളുടെ കാര്യം കാട്ട പുകയാകും, എന്തെല്ലാം പ്രചരണങ്ങളാണ് അവർ നടത്തിയത് എന്ന് നമുക്ക് മറക്കാൻ കഴിയില്ല. എന്തായാലും ശരി, ഈ ബില്ലിൻ്റെ ചരിത്ര പശ്ചാത്തലം പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും, 1959 കേരളത്തിൽ നടന്ന വിമോചന സമരം. മുതിർന്ന തലമുറയ്ക്ക് തീർച്ചയായിട്ടും അറിയാം. വിമോചന സമരത്തിൻ്റെ അന്ത്യത്തിൽ, അതായത് 1959 ഇന്ത്യയിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അട്ടിമറിക്കപ്പെട്ടു. 57 ഈ ഗവൺമെൻറ് അധികാരത്തിലെത്തിയത്. അത് അട്ടിമറിക്കപ്പെട്ടു. ഇതിൻ്റെ പിന്നിൽ അമേരിക്കൻ ചാരസംഘടനയായ CIA ധാരാളമായി പണം ചെലവഴിച്ചുവെന്നും വിമോചന സമരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് അത് വിനിയോഗിച്ചു എന്നും തെളിവുകളോടെ പിന്നീട് ഒട്ടേറെ ലേഖനങ്ങളുണ്ടായി, ഇതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളുണ്ടായി. എന്തായാലും ശരി, CIA ഇടപെടൽ വിമോചന സമരത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നത് വളരെ വളരെ വ്യക്തമാണ്. ഇതാണ് ആദ്യത്തെ ഇന്ത്യയിൽ നടക്കുന്ന സംഭവം. ഇനി രണ്ടാമത്തെ സംഭവത്തിലേക്ക് പോകാം. അത് 1967 1967 അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കഴിഞ്ഞ് സമാധാന സന്ധി സംഭാഷണങ്ങൾക്കായിട്ട് താഷ്കൻഡിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റിനെയും വിളിച്ചു വരുത്തി. അവിടെ നടന്ന സന്ധി സംഭാഷണങ്ങൾക്കിടയിൽ എന്തായാലും ശരി, നമ്മുടെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ മരിച്ചുപോയി എന്നാണ് പിന്നീട് നമ്മൾ കേട്ട ഒരു വാർത്ത. ശാസ്ത്രിയുടെ മരണം വളരെ ദുരൂഹമായിരുന്നുവെന്നും അതിന് അന്നത്തെ USSRൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന KGBയുടെ ഇടപെടലുണ്ടായിരുന്നുവെന്നും അതിന് പ്രധാനപ്പെട്ട കാരണം റഷ്യക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായ ജവഹർലാൽ നെഹ്റുവിൻ്റെ മകൾ ഇന്ദിരാഗാന്ധിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കുക എന്ന രഹസ്യ അജണ്ടയാണ് KGBക്ക് ഉണ്ടായിരുന്നു എന്നതും ഒക്കെ വളരെ അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. അത് ഇന്നും സംശയാസ്പദമാണ് അദ്ദേഹത്തിൻ്റെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണം. എന്തായാലും ശരി, 67 മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ദിരാഗാന്ധിക്കും നെഹ്റുവിനും റഷ്യയോടുണ്ടായിരുന്ന ഒരു ചായ്വ് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. കമ്മ്യൂണിസ്റ്റുകാർ അതുകൊണ്ട് തന്നെ ഇന്ദിരാ ഗവൺമെൻറ്റിന് എല്ലാ പിന്തുണയും കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം വന്ന വലിയൊരു മാറ്റം, ഇന്ദിരാഗാന്ധി കോൺഗ്രസിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ കോൺഗ്രസ് രണ്ടായിട്ട് വളർന്നു. ഇന്ദിരാ കോൺഗ്രസ് എന്നും സിൻഡിക്കേറ്റ് കോൺഗ്രസ് എന്നും. അന്ന് ഈ സിൻഡിക്കേറ്റ് കോൺഗ്രസ്സിലെ പല നേതാക്കന്മാർക്കും സഹായം നൽകിയത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആയിരുന്നു എന്നാണ് പിൽക്കാലത്ത് ഒട്ടേറെ ആരോപണങ്ങളുണ്ടായത്. അപ്പം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇന്ത്യയിൽ ഇടപെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ്റിനെ സിൻഡിക്കേറ്റിനെ ഉപയോഗിച്ച് അട്ടിമറിക്കാൻ നടത്തിയ ശ്രമം. പക്ഷേ അത് പരാജയപ്പെട്ടു പോയി. പിന്നെ ഒരു സംഭവം നടക്കുന്നത് 1973 1973 എന്ന് പറയുമ്പോൾ 71 ഇന്ത്യ പാക് യുദ്ധം കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. അമേരിക്ക കടുത്ത വാശിയോടെ നിൽക്കുകയാണ്, ഇന്ത്യയെ എങ്ങനെയെങ്കിലും അട്ടിമറിക്കുക അവരുടെ ലക്ഷ്യമാണ്. അതിനായിട്ട് അവർ വിദേശ പണം ധാരാളമായി ഇന്ത്യയിലേക്ക് ഒഴുക്കാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കി ആദ്യമായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ദിരാ ഗവൺമെൻറ്, അന്നത്തെ ഇന്ദിരാ ഗവൺമെൻറ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചു. അതിനായിട്ട് ഒരു സംയുക്ത പാർലമെൻ്ററി സമിതി രൂപീകരിച്ച് അവർക്കായിട്ട് ഈ
ബില്ല് വിടുകയും ചെയ്തു. ഒന്നും സംഭവിച്ചില്ല. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇടപെട്ടു. ബില്ല് ഗൗരവതരമായ ചർച്ചകൾ നീണ്ടുപോയതല്ലാതെ പാർലമെൻറ്റിലേക്ക് ഈ ബില്ല് വന്നില്ല. ഇന്ദിരയ്ക്കറിയാം, ഇന്ദിര വിചാരിച്ചാൽ പോലും പെട്ടെന്ന് ഈ ബില്ല് പാർലമെൻറ്റിലേക്ക് വരില്ല. കാരണം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ നിയന്ത്രണം അത്രമാത്രം ശക്തമായിരുന്നു. പിന്നീട് ഈ നിയമം വരുന്നത് 1976 അടിയന്തരാവസ്ഥയുടെ ഒരു കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിലാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ കാര്യം, ഇവിടെ പലരും പ്രചരിപ്പിക്കുന്നത് പോലെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് നരേന്ദ്രമോദി കണ്ടുപിടിച്ച് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉപയോഗിക്കുവാനായി കൊണ്ടുവന്നൊരു നിയമമല്ല. ഇത് കോൺഗ്രസ് ഉണ്ടാക്കിയ നിയമമാണ്. ഇത് ചരിത്രബോധമുള്ളവർ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയും ഈ ബില്ലിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട് 1984 എൻ്റെ ഓർമ്മ പീപ്പിൾസ് ഡെമോക്രസിയിലാണെന്ന് തോന്നുന്നു, പക്ഷേ എനിക്ക് ഉറപ്പില്ല, അദ്ദേഹം എഴുതിയൊരു ലേഖനത്തിൽ വിദേശ സഹായത്തോടെ ഇവിടെ പ്രവർത്തിക്കുന്ന ചില സംഘടനകളെ നിയന്ത്രിക്കുന്നത് ക്രിസ്ത്യൻ റാഡിക്കൽസ്, അത് അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ്, പ്രകാശ് കാരാട്ട് ഉപയോഗിച്ച വാക്കാണ്, ക്രിസ്ത്യൻ റാഡിക്കൽസ് ആണ് ഇവിടെ വിദേശ ഫണ്ട് ഉപയോഗിച്ച് ചില അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നായിരുന്നു ലേഖനത്തിൻ്റെ കാതൽ. കാരണം അന്നത്തെ ക്രിസ്ത്യൻ മിഷണറിമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ റാഡിക്കൽസ് എന്ന് അദ്ദേഹം ഈ ക്രൈസ്തവ മിഷണറിമാരെ അന്ന് അങ്ങനെ വിശേഷിപ്പിക്കാനായിട്ട് അദ്ദേഹം തയ്യാറായത്. 18ാം പാർട്ടി കോൺഗ്രസ് രേഖകൾ പരിശോധിച്ചാൽ അറിയാം. 18ാം പാർട്ടി കോൺഗ്രസ്സിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിക്ഷിപ്ത താൽപ്പര്യക്കാർ നടത്തുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ വളരെ ഗൗരവതരമായി പാർട്ടി സഖാക്കളെ കാണണമെന്നും അവരെ മാന്യമായ അകലം ഇത്തരം സംഘടനകളിൽ നിന്ന് പാലിക്കണമെന്നും കൃത്യമായി 18ാം പാർട്ടി കോൺഗ്രസ് പാർട്ടി അണികൾക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. അപ്പം വളരെ വ്യക്തമാണ്, CPIM-നും കോൺഗ്രസിനും ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ അർത്ഥവും വ്യാപ്തിയും അറിയാം, അതിൻ്റെ അനിവാര്യത അറിയാം. ഇതിലെല്ലാം ഉപരിയായിട്ട് വിദേശ ഫണ്ട് ഉപയോഗിച്ച് ഇന്ത്യയിൽ നടക്കുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചും തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചും പകലുപോലെ അവർക്കറിയാം. പക്ഷേ അവർ കണ്ണടച്ചിരുട്ടുകയാണ്. അതേറ്റവും അവർ കണ്ണടച്ചിരുട്ടാക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അന്ധമായ മോദിയോടുള്ള വിരോധം കൊണ്ടാണ്. ഇവരുടെ അന്ധമായ മോദിയോടുള്ള വിരോധമാണ് എന്നെപ്പോലുള്ള ആളുകളെ മോദിയുടെ ആരാധകരാക്കി മാറ്റിയത് എന്നത് മറ്റൊരു വശം. എന്തായാലും ശരി, മറ്റൊരു കാര്യം കൂടെ നമ്മൾ പരിശോധിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് മാർച്ച് ഏപ്രിൽ മാസത്തിൽ കേരളത്തിലെ 3 പത്രങ്ങളിൽ വന്ന എഡിറ്റോറിയൽ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്കായിട്ട് ഞാൻ വയ്ക്കുകയാണ്. അതിലൊന്നാമത്തെ എഡിറ്റോറിയൽ മലയാള മനോരമയിൽ വന്ന എഡിറ്റോറിയലാണ്. 27/3/2026 മനോരമയിൽ വന്ന എഡിറ്റോറിയലാണ്. ഉദ്ദേശശുദ്ധിയിൽ സംശയമുയരുമ്പോൾ FCRA നിയമ ഭേദഗതി ബിൽ കേന്ദ്ര നിയന്ത്രണത്തെ ചൊല്ലി ആശങ്ക. ഇതാണ് മനോരമയിൽ വന്ന എഡിറ്റോറിയൽ. പഴയ മനോരമ പത്രം എന്തായാലും കാണാൻ അത്ര വലിയ പഴക്കമൊന്നുമില്ല. ഇത് മാർച്ച് 27-ാം തീയതി വന്ന പത്രത്തിലെയാണ്. പക്ഷേ ഈ എഡിറ്റോറിയൽ എഴുതിയ പത്രപ്രവർത്തകൻ ആരായാലും ശരി, അയാൾക്കല്പം രാജ്യസ്നേഹമുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം നീതിബോധമുണ്ട്. മനോരമയ്ക്കില്ലാത്ത അത്തരം ചില ഗുണങ്ങൾ ഈ എഡിറ്റോറിയൽ എഴുതിയൊരു മനുഷ്യനുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതിൻ്റെ കാരണം അദ്ദേഹം എഴുതിയ ഒറ്റ വാചകമാണ്: വിദേശ സംഭാവനകളെല്ലാം നേരായ വഴിയിലൂടെയും നേരായ കാര്യങ്ങൾക്കാണെന്നും പറയാനാകാത്തതിനാൽ ഇക്കാര്യത്തിൽ സർക്കാർ പുലർത്തുന്ന ശ്രദ്ധയും നിയന്ത്രണവും പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ മനോരമയ്ക്കൊരു സംശയമുണ്ട്, അല്ലെങ്കിൽ ഈ എഡിറ്റോറിയലിലെ ഇത്തരം ഒരു വാചകം കടന്നു വരുന്നത് എങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബാക്കി എല്ലാ വാചകങ്ങളും ബാക്കി എല്ലാ എഡിറ്റോറിയലിലെ സ്പിരിറ്റ് ഉദ്ദേശശുദ്ധിയില്ലാതെ ക്രൈസ്തവരെ തകർക്കാൻ കൊണ്ടുവന്ന ഒരു നിയമമാണ് എന്നുള്ള മട്ടിൽ തന്നെയാണ് മനോരമയുടെ എഡിറ്റോറിയൽ പോകുന്നത്. ഞാൻ ഈ ഒരു വാചകത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി രണ്ടാമത്, ഈ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിച്ച മൗലാന മൗദൂദി പാകിസ്ഥാൻകാരനാണ്. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലോ അല്ലെ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ അനുഗ്രഹത്തോടെ നടത്തുന്ന ഒരു പത്രമുണ്ട്. അതിൻ്റെ പേര് മാധ്യമം എന്നാണ്. മാധ്യമം പത്രത്തിൽ വന്ന എഡിറ്റോറിയലാണ്. ഇതാണ് എഡിറ്റോറിയൽ. എഡിറ്റോറിയലിൻ്റെ തലക്കെട്ട്: അജണ്ട നടപ്പാക്കാൻ നിയമനിർമ്മാണ തിരക്കിൽ BJP. സ്വന്തം ഇച്ഛയനുസരിച്ച്
ഏതു മതവും അനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടനയെ അംഗീകരിച്ച രാജ്യത്താണ് ഈ വിചിത്ര വ്യവസ്ഥകൾ ഒന്നൊന്നായി BJP സംസ്ഥാനങ്ങൾ പാസ്സാക്കുന്നത്. അത് മതപരിവർത്തനം നിരോധിച്ചതിനെക്കുറിച്ചാണ് മാധ്യമം പറയുന്നതെങ്കിലും അവസാനം വിദേശ സംഭാവനകൾക്ക് പരമാവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണിപ്പോൾ വിദേശ സംഭാവന നിയന്ത്രണത്തിൽ FCRA ഭേദഗതികൾ വരുത്തുന്ന ബിൽ പാർലമെൻറ്റിൽ പാസ്സാക്കാനുള്ള നീക്കങ്ങൾ. ഇത് രണ്ടും പറയുന്നുണ്ട്. മതപരിവർത്തനം വേണം, ഈ ബില്ലും പാസ്സാക്കാനൊക്കത്തില്ലെന്നാണ് മൗദൂദി ആശാൻ്റെ പത്രത്തിൻ്റെ ഇപ്പോഴത്തെ നടത്തിപ്പുകാർ പറയുന്നത്. അതാണ് മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ. അത് വരുന്നത് നമുക്കറിയാം 2026 ഏപ്രിൽ 2. ഇനിയും തീർന്നില്ല. നമുക്ക് പഴയ നസ്രാണി ദീപിക, ആ നസ്രാണി എടുത്ത് കളഞ്ഞ് ദീപികയാക്കിയെങ്കിലും സത്യത്തിൽ അത് നസ്രാണി ദീപിക എന്ന് തന്നെ അതിൻ്റെ ടൈറ്റിൽ മാറ്റാൻ പാടില്ലായിരുന്നു. ആ പത്രം പറയുന്നത്, അവരുടെ എഡിറ്റോറിയൽ, ഇല്ലം ചുടാൻ വേണ്ടി എലിയെ തപ്പരുത്. അതാണ് ടൈറ്റിൽ. ഇതാണ് ഈ എഡിറ്റോറിയൽ. അഴിമതിക്കാരാണ് FCRA ഭേദഗതിയെ ഭയപ്പെടുത്തുന്നതെന്ന് കണ്ടെത്തിയ ഗവേഷകർ മതപരിവർത്തന നിരോധന നിയമങ്ങളും കേന്ദ്ര അന്വേഷണ ഏജൻസികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമൊക്കെ ആരെയാണ് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി പറഞ്ഞിട്ട് പോകണം. എങ്ങോട്ട് പോകാനാണ് ദീപിക പത്രാധിപരെ? അവരെങ്ങും പോകുന്നില്ല. ഇന്ദ്രപ്രസ്ഥത്തിൽ ഡൽഹിയിൽ ഇന്ത്യൻ ക്യാപിറ്റലിൽ ഇരുന്ന് രാജ്യം ഭരിക്കുകയാണ്. രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ്റാണ് ദീപിക പത്രാധിപരെ അവിടെ ഇരിക്കുന്നത്. അവരെങ്ങോട്ടും പോകുന്നില്ല, അവരവിടെ ഇരിക്കും. അവരെ ഇരുത്താൻ ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും തീരുമാനിച്ചാൽ അവിടെ ഇരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ദീപിക നടത്തുന്ന കത്തനാരന്മാരെ വസ്തുത കാണാതെ പോകരുത്. ആരും അവരെ ഇരുത്തിയതല്ല, അവർ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റാണ്. നിങ്ങളത് മറക്കരുത്. എന്തായാലും ശരി, പിന്നെ എഡിറ്റോറിയൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ക്രൈസ്തവരുടെ ആശങ്കകളെ നുണപ്രചരണങ്ങളും ഭീഷണിയും ദുരാരോപണങ്ങളും കൊണ്ട് വെല്ലുവിളിക്കുന്ന രാഷ്ട്രീയം. BJP നിരീക്ഷകരും അനുകൂലികളും സാമൂഹ്യ മാധ്യമങ്ങൾ തുടരാതിരിക്കാൻ പറ്റില്ല. എന്താണ് നിങ്ങളുടെ ദീപിക പറയുന്നത്? നിങ്ങൾ പറയുന്ന രണ്ട് കാര്യമാണ്. വിദേശ ഫണ്ട് യഥേഷ്ടം ഇവിടെ ഒഴുകാൻ ഗവൺമെൻറ് അംഗീകരിക്കണം, ഗവൺമെൻറ് അതിന് തയ്യാറാകണം. 2, മതപരിവർത്തന നിയമം നടപ്പിലാക്കേണ്ടത് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളത് നടത്തും. പിന്നെ ഗവൺമെൻറ് അവരൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ ന്യൂനപക്ഷങ്ങളാണ്, ഞങ്ങളുടെ മതവികാരം വ്രണപ്പെട്ടാൽ കോൺഗ്രസ്സിന് സങ്കടം വരെയും, CPM കരയും, അതൊക്കെ വളരെ ഗൗരവമായിട്ട് എടുക്കണം. സോണിയാജിയും രാഹുൽജിയും പ്രിയങ്കാജിയും വാദ്രാജിയും ഈ രാജ്യത്ത് ഉണ്ട് എന്ന് മറക്കരുത് എന്നാണ് മോദിക്ക് നൽകുന്ന മുന്നറിയിപ്പ്. സംഘപരിവാർ ശ്രമങ്ങൾ അവരുടെ പാവക്കൂത്ത് കമ്പനികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. എന്താ പത്രാധിപരെ ഈ പറയുന്നത്? സംഘപരിവാറിൻ്റെ പ്രവർത്തകരാണ്, സംഘപരിവാറിലെ അംഗങ്ങളാണ് ഇന്ത്യ ഭരിക്കുന്നത്, പാവക്കൂത്തൊന്നുമല്ല. അവർ നേരിട്ട് ഇന്ത്യ ഭരിക്കുകയാണ്, അവർ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റാണ്. ഇതാണ് ദീപികയുടെ ആരോപണം. അപ്പം എന്ന് പറഞ്ഞാൽ ദീപികയ്ക്ക് ആവശ്യം 2 കാര്യമാണ്. മതപരിവർത്തനം നടത്തണം, മതപരിവർത്തനം നടത്താൻ കാശ് വേണം, അതിന് FCRA കൊടുത്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങളുടെ മതവികാരം വ്രണപ്പെടും, ഞങ്ങൾ പ്രശ്നമുണ്ടാക്കും, അമേരിക്ക ഇടപെടുത്തും. ഇതാണ് ദീപികയുടെ ഹുങ്കെങ്കിൽ ആ ഹുങ്ക് തൽക്കാലം അംഗീകരിക്കാൻ ജനാധിപത്യ ഭാരതത്തിലെ ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ അനുവദിക്കില്ല എന്ന് ദീപിക പത്രാധിപരെ മറക്കരുത്. ദീപികയ്ക്ക് സാമ്പത്തിക സഹായം നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചും അത് മറക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ സമയക്രമമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. 2026 ജൂൺ 27 മനോരമ, 2026 ഏപ്രിൽ 2 മാധ്യമം, 2026 ഏപ്രിൽ 7 അതായത് തിരഞ്ഞെടുപ്പിന് 48 മണിക്കൂർ മുമ്പ് നസ്രാണി ദീപികയും ഗവൺമെൻറ്റിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ യുദ്ധപ്രഖ്യാപനത്തിൽ ഇവർക്കെതിരെ അണിചേരാനുള്ള ബാധ്യതയാണ്, കടമയാണ് ഇന്ത്യയിലെ ഈ ജനങ്ങൾക്ക്, പൊതുസമൂഹത്തിനുള്ളത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയും ഇവർ ഈ ബഹളമുണ്ടാക്കുന്ന ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അമെൻഡ്മെൻറ്റ് ബിൽ എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്പർ 1, ഈ ബില്ലിലെ വ്യവസ്ഥകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ നിയമം, അത് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള പണം കൈപ്പറ്റുന്ന സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, വ്യക്തികൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഇത് നസ്രാണികൾക്കും അതല്ലെങ്കിൽ അവർ നടത്തുന്ന പത്രങ്ങൾക്കും മാത്രമല്ല ബാധകമായിട്ടുള്ളത്,
ഇവിടെയുള്ള നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ സന്നദ്ധ സംഘടനകൾ, പണം കൈപ്പറ്റുന്ന വ്യക്തികൾ, രാഷ്ട്രീയ പാർട്ടികൾ, നിങ്ങളത് മറക്കരുത്. രാഷ്ട്രീയ പാർട്ടികളും പണം കൈപ്പറ്റുന്നുണ്ട്, അവർക്കും ഇത് ബാധകമാണ്. BJPയും കോൺഗ്രസും CPMഉം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പണം കൈപ്പറ്റുന്നുണ്ട്, അവർക്കും ഇത് ബാധകമാണ്. പിന്നെ കൊണ്ടുവന്ന ഒരു അമെൻമെൻറ്റിൽ വലിയൊരു പ്രാധാന്യമുള്ളത്, നേരത്തെ ഉണ്ടായിരുന്ന നിയമം അനുസരിച്ച് കിട്ടുന്ന തുകയുടെ 50% അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസായിട്ട് കാണിക്കാമായിരുന്നു. എന്ന് പറഞ്ഞാൽ 100 കോടി രൂപ കിട്ടിയാൽ 50 കോടി ഭരണപരമായ ചെലവിന്. എന്ത് ഭരണപരമായ ചെലവാണ് എന്ന് പറഞ്ഞാൽ വെട്ടിക്കാനുള്ള സൗകര്യമാണ് ഈ 50% ഭരണ ചെലവെന്ന് കാണിക്കുന്നത്. അതിന് കള്ളക്കണക്ക് എഴുതാം ഭരണപരമായ ചിലവിന്. അതുപയോഗിച്ച് മതപരിവർത്തനം നടത്താം. അത് കട്ട് ചെയ്തു. ഇപ്പോൾ 20% അത് കുറച്ചു. 20% വെച്ച് ഭരിച്ചാൽ മതി. 100 കോടി രൂപ ചെലവഴിക്കുന്നതിൽ 20 കോടി രൂപ അത് ചെലവഴിക്കാനുള്ള ഭരണ സംവിധാനത്തിനായിട്ട് അത് മതി എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏത് ആവശ്യത്തിനാണോ ഫോറിൻ കോൺട്രിബ്യൂഷൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ആ ആവശ്യത്തിന് പണം ഉപയോഗിച്ചു എന്ന് ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തണം. എന്ന് പറയാൻ കണക്ക് കൊടുക്കണം. കണക്ക് കൊടുക്കാൻ സൗകര്യമില്ലെന്നാണ് ഇപ്പോൾ സഭകൾ പറയുന്നത്. കണക്ക് കൊടുത്തേ പറ്റുള്ളൂ. കണക്ക് ഗവൺമെൻറ് ചോദിച്ചില്ലെങ്കിൽ ഗവൺമെൻറ്റിനെതിരെ കലാപം ഉണ്ടാവും. കണക്ക് ചോദിക്കാത്തൊരു ഗവൺമെൻറ്റാണ് ദില്ലിയിലിരിക്കുന്ന. അത്തരം ഒരു ഗവൺമെൻറ്റിന് ഞങ്ങൾക്ക് ആവശ്യമില്ല, കേരളത്തിലെ പൊതുസമൂഹത്തിന് ആവശ്യമില്ല. നിങ്ങളോടൊക്കെ, അതായത് വിദേശ പണം കൈപ്പറ്റുന്നവൻ ആരായാലും ശരി, അത് കപ്പ്യാരായാലും അത് ബിഷപ്പായാലും സമുദായ നേതാവായാലും രാഷ്ട്രീയക്കാരനായാലും വ്യക്തിയായാലും അവന് കണക്ക് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അത് പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ്. അതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം ഇതിലുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നത്, വിദേശ പണം പണ്ട് ഇഷ്ടമുള്ള ബാങ്കുകളിലേക്ക് വരുമായിരുന്നു. ഇപ്പോൾ അത് പറ്റത്തില്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദില്ലി ബ്രാഞ്ചിൽ ഒരു ഡെസിഗ്നേറ്റഡ് അക്കൗണ്ട് ഈ പണം കൈപ്പറ്റുന്ന വ്യക്തികളും രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും തുറന്നാൽ മാത്രമേ ഈ പണം ഇവിടെ വരുള്ളൂ. ആ പണം അങ്ങോട്ടാണ് വരുന്നത്. അവിടെ നിന്ന് വേണം അവർ നിർദ്ദേശിക്കുന്ന ബാങ്കുകളിലേക്ക് അത് ക്രെഡിറ്റ് ചെയ്ത് അവരുടെ അക്കൗണ്ടിലേക്ക് പോകുന്നത്. ഇന്നലെ RBIയുടെ ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട്. ഇങ്ങനെ എത്തുന്ന വിദേശ പണം അത് SBIയുടെ ദില്ലി ബ്രാഞ്ചിൽ എത്തിക്കഴിഞ്ഞാൽ വിത്തിൻ 48 hours 48 മണിക്കൂറിനകം ആർക്കാണോ പണം വന്നത്, ഏത് സന്നദ്ധ സംഘടനയ്ക്ക്, വ്യക്തിക്ക്, പാർട്ടിക്ക്, അവർക്ക് കൈമാറിയിരിക്കണമെന്ന്. വളരെ വേഗം കാര്യങ്ങൾ അതിൻ്റെ പ്രോസസ്സ് നടപ്പിലാക്കാൻ ഇന്നലെ RBIയുടെ ഉത്തരവും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിവിടെ പരിശോധിക്കേണ്ടത് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ, അതാണല്ലോ പ്രശ്നം. ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ്റെ വരവ് എങ്ങനെയാണ് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കണം. ഇവിടെ ഫോറിൻ കോൺട്രിബ്യൂഷൻ്റെ വരവ് 2010 മുതൽ 2014 വരെയുള്ള കാലയളവിൽ 11,000 കോടി രൂപയാണ് വിദേശത്തു നിന്ന് ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തിയത്. ഒന്നും രണ്ടുമല്ല, 11,000 കോടി രൂപ. ആരുടെ കയ്യിലൊക്കെ എത്രയൊക്കെ കോടികൾ കയ്യിൽ വന്നു എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഗൗരവപൂർവ്വം ചിന്തിക്കണം. അത് ചിന്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന കലാപങ്ങൾക്ക് ഉത്തരവാദികൾ നമ്മുടെ കൂടെയാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് ഓർത്തിരിക്കണം. മറ്റൊന്ന്, 2015-നും 2020-നും ഇടയ്ക്ക് എത്ര പണം വന്നു? 16,000 കോടി രൂപ. ഇത് ഞാൻ കണക്കാണ് പറയുന്നത്, ഗവൺമെൻറ് കണക്ക് മാത്രമാണ്, ഞാൻ കള്ളം പറയുന്ന കാര്യമല്ല. ഇതാണ് വന്നത്. അപ്പോൾ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ ഗവൺമെൻറ് ചില തീരുമാനങ്ങളെടുത്തു. അതിലെ 19,000 സന്നദ്ധ സംഘടനകളുടെ രജിസ്ട്രേഷൻ റദ്ദായതിൻ്റെ കാര്യം കൃത്യമായി അതിന് കണക്ക് കൊടുത്തില്ല. അതല്ലെങ്കിൽ പണം ദുരുപയോഗപ്പെടുത്തി, അതല്ലെങ്കിൽ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചതായി ഗവൺമെൻറ്റിന് ബോധ്യപ്പെട്ടു. അതിനെക്കുറിച്ച് പരാതിയുണ്ടെങ്കിൽ കോടതിയിലേക്ക് പോകാം. കോടതി പറയും, പണം കൊടുക്കാൻ പറയും. കൃത്യമായ നീതിന്യായ സംവിധാനമുള്ള രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ 19,000 സംഘടനകളുടെ ഇടപാട് തീർന്നു. 4,000 സന്നദ്ധ സംഘടനകളുടെ ഈ FCRA റദ്ദാകാൻ കാരണം അവർ ആനുവൽ റിട്ടേൺസ് കൊടുത്തില്ല. ആനുവൽ റിട്ടേൺ എഴുതാനൊക്കില്ല. ഇതുപോലുള്ള മാന്യന്മാരാണ് നടത്തുന്നത്. ദീപിക പറഞ്ഞ പോലുള്ള ചില മാന്യന്മാരാണ് നടത്തുന്നത്. ചോദിച്ചാൽ വ്രണപ്പെടും, മതവികാരം വ്രണപ്പെടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനൊക്കും? എന്നിട്ട് അതുകൊണ്ടും തീരുന്നില്ല. ഈ പണം കൃത്യമായ കണക്കുകൾ കൊടുക്കാത്ത ചില സംഘടനകളെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിരോധിച്ചു. ഈ സംഘടനകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്പർ 1, വേൾഡ് വിഷൻ ഇന്ത്യ. മതപരിവർത്തന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്ന ഒരു പറ്റം ദേശദ്രോഹികൾ അവർ നടത്തുന്ന സംഘടനയാണിത്. അവരുടെ പ്രധാനപ്പെട്ട പരിപാടി മതപരിവർത്തനമാണ്. അതുകൊണ്ടാണ് ആ സംഘടനയെ നിരോധിച്ചത്. അപ്പോൾ വേൾഡ് വിഷൻ ഇന്ത്യയാണ് നമ്പർ 1. രണ്ടാമത്, സെൻറ്റർ ഫോർ പോളിസി റിസർച്ച്. കേൾക്കുമ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ട് തോന്നും. സെൻറ്റർ ഫോർ പോളിസി റിസർച്ച് ഗവൺമെൻറ് പോളിസികളെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്ന, അതായത് പരിസ്ഥിതിവാദികളെന്ന മുഖംമൂടി അണിഞ്ഞ്
ഇന്ത്യയിലെ സകല വികസന പ്രവർത്തനങ്ങളെയും തടയുക എന്നുള്ളതാണ് ഇവറ്റകളുടെ ലക്ഷ്യം. ഇവറ്റകൾ എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കൂടംകുളത്ത് ഒരു പിന്നെ ആണവ നിലയം വന്നപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തിയതും കലാപം നടത്തിയതും കന്യാകുമാരിയിലെ ബിഷപ്പാണ്. അയാളുടെ ലക്ഷ്യം കൂടംകുളം തകർക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി ഉദയകുമാർ എന്ന് പറഞ്ഞൊരു മാന്യനെ ഈ ബിഷപ്പ് രംഗത്തിറക്കി. ഈ ബിഷപ്പിനെതിരെ മൻമോഹൻ സിംഗ് പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. പഴയ പാർലമെൻറ്റ് രേഖകൾ പരിശോധിച്ചാൽ അറിയാം. അയാൾ ഉദയകുമാർ അവിടെ ഇറങ്ങുന്നു, കടലിൽ കുറേ വള്ളം ഇറക്കുന്നു, വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. എന്തായാലും ശരി, കൂടംകുളം പദ്ധതി തീർന്നു. അതിലൂടെയുള്ള വൈദ്യുതി നമ്മുടെ ഇവിടെ ഒഴുകിത്തുടങ്ങി. ഇടയ്ക്ക് കേരളത്തിൽ അത് തടയാൻ ചില ശ്രമങ്ങളൊക്കെ നടന്നെങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. AK ബാലൻ എന്ന വിദ്യുച്ഛക്തി മന്ത്രി അധികാരത്തിലിരുന്നപ്പോൾ നിശ്ചയദാർഢ്യത്തോടെ എൻ്റെ ജില്ലയിലൂടെ, എൻ്റെ നാട്ടിലൂടെ ഈ ലൈൻ വലിച്ചു. ഈ ലൈൻ വലിക്കാൻ മടിച്ചു നിന്നൊരു ഗവൺമെൻറ്റായിരുന്നു UDFൻ്റെ ഗവൺമെൻറ് എന്ന വസ്തുതയും ഞാൻ മറക്കുന്നില്ല. AK ബാലൻ ഈ തരത്തിൽ അദ്ദേഹത്തിനെ അഭിനന്ദിക്കാൻ കൂടെ ഞാൻ ആലോചിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. പല കാര്യത്തിലും രാഷ്ട്രീയമായിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അദ്ദേഹം കൊണ്ടാണ് ആ ലൈൻ വലിച്ചത്. മറ്റൊരു മൂന്നാമത്തെ സംഘടന ആംനസ്റ്റി ഇൻ്റർനാഷണലാണ്. ലോകത്തെവിടെല്ലാം ജനാധിപത്യ ഗവൺമെൻറ്റുകളുണ്ടോ അവർ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് എതിരാണെങ്കിൽ, അമേരിക്കൻ താല്പര്യത്തിന് എതിരാണെങ്കിൽ അതിനെ തകർക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു പറ്റം ആളുകളാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ. ഇവിടെ പൂണ്ട് വിളയാടുകയായിരുന്നു ആംനസ്റ്റി ഇൻ്റർനാഷണൽ 2004 മുതൽ 2014 വരെ. പിന്നെ വേറൊരു സംഘടനയുണ്ട്, കേൾക്കുമ്പോഴേ നല്ല ഇമ്പം തോന്നും, ഗ്രീൻ പീസ് ഇന്ത്യ. അതും ദേശദ്രോഹ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഒരു സംഘടനയാണ്. അഞ്ചാമത്തെ സംഘടന ഇന്ത്യ റൂറൽ ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ്. ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ത്യ റൂറൽ ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പിൻ്റെ ലക്ഷ്യം എന്താണ്? ഗ്രാമതലങ്ങളിൽ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ, പട്ടികജാതിക്കാരുടെ ഇടയിൽ പിന്നെ ഈ മതപരിവർത്തനം പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് IREFൻ്റെ ലക്ഷ്യം. ഇവരെല്ലാം ഗവൺമെൻറ് നിരോധിച്ചു. ഇതിനെയാണ് ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ് എന്ന് പറയുന്നത്. എന്തായാലും ശരി, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. ഈ FCRAയുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന, അതിനെതിരെ നിൽക്കുന്ന ദേശദ്രോഹികളെയും അതിനെതിരെ നിർത്തുന്ന മാധ്യമങ്ങളെയും തുറന്ന് കാണിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണം. ഇത് വളരെ ഗൗരവതരമായൊരു വിഷയമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.